നമസ്കാരം. 2018 ജൂലൈ 2-ാം തീയതിയാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യു കൊല്ലപ്പെടുന്നത്. കൊലപ്പെടുത്തിയത് SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കൂട്ടുപിടിച്ച ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ. കൊല ചെയ്യാനുള്ള കാരണം എന്താണെന്നും നവാഗതരായ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാനായി വർഗീയത തുലയട്ടെ എന്ന SFI പ്രവർത്തകർ ചുമരെഴുത്തു നടത്തി. ഇതാണ് അഭിമന്യുവിനെ കൊലപ്പെടുത്താനുള്ള കാരണമായി പറയപ്പെടുന്നത്. ആയിരിക്കാം, അല്ലായിരിക്കാം. ഇനി വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ JS സിദ്ധാർത്ഥിനെ SFI ക്രിമിനലുകൾ സമാനതകളില്ലാത്ത ക്രൂരതകൾക്കിരയാക്കി കൊലപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ്. റാഗിംഗ് എന്ന് പറഞ്ഞ് നമുക്കതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ രണ്ടു മരണങ്ങൾക്കും ഒരു സാമ്യമുണ്ട്. ആ സാമ്യമാണ് ഈ മരണങ്ങളിൽ ഏറ്റവും നിർണായകവും. വട്ടവടയിലെ വീട്ടിലായിരുന്ന അഭിമന്യുവിനെ ആരോ ഫോൺ ചെയ്ത് കോളേജിലേക്ക് വിളിക്കുകയായിരുന്നു. രാത്രി നാട്ടിൽ നിന്ന് പച്ചക്കറി കയറ്റിക്കൊണ്ടുവന്ന ലോറിയിൽ കയറിയാണ് അവൻ എറണാകുളത്തെത്തിയത്. പ്രതികൾ ഗൂഢാലോചന നടത്തി സംഘടിച്ചെത്തിയതാണ് അഭിമന്യുവിനെ കുത്തി കൊലപ്പെടുത്തിയത്. ക്യാമ്പസ് ഫ്രണ്ടിന്റെ ചുവരെഴുത്തിനു മുകളിൽ വർഗീയത തുലയട്ടെ എന്ന് എഴുതിച്ചേർത്തതാണ് സംഘർഷത്തിന് കാരണമായത് എന്നും സംഘർഷത്തിലെത്തിയതോടെ ക്യാമ്പസ് ഫ്രണ്ടുകാർ പുറത്തുനിന്ന് പോപ്പുലർ ഫ്രണ്ടുകാരെയും SDPIക്കാരെയും കൂട്ടി അർദ്ധരാത്രിയോടെ കൊല നടത്തി എന്നുമാണ് കേസ്. ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിക്ക് സർക്കാർ സ്ഥാപനമായ കിലയിൽ ജോലി നൽകുകയും ചെയ്തു. വീട്ടിലായിരുന്ന അഭിമന്യു ആരോ വിളിച്ചതനുസരിച്ചാണ് കോളേജിലേക്ക് മടങ്ങിയെത്തിയത് എന്ന് അന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. പിന്നീട് കാര്യം അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി സിദ്ധാർത്ഥിന്റെ കാര്യം. തിരുവനന്തപുരത്തുള്ള വീട്ടിലേക്ക് വരാൻ എറണാകുളത്തെത്തിയ ശേഷമാണ് സിദ്ധാർത്ഥ് വയനാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. അതവൻ സ്വമേധയാ പോയതല്ല. പ്രതിപ്പട്ടികയിലുള്ള രഹാന്റെ ഫോണിൽ നിന്ന് മറ്റൊരു പ്രതിയായ ഡാനിഷ് സിദ്ധാർത്ഥിനെ മടക്കി വിളിക്കുകയായിരുന്നു. ഹോസ്റ്റലിലെ അലിഖിത നിയമം അനുസരിച്ച് സിദ്ധാർത്ഥിനെതിരെയുള്ള ഒരു പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാനായിരുന്നു അത്രേ അവനെ മടക്കി വിളിച്ചത്. അങ്ങനെ മടങ്ങിയെത്തിയ സിദ്ധാർത്ഥിനെയാണ് 3 ദിവസം കൊടിയ മർദ്ദനത്തിനിരയാക്കി കൊന്നു കെട്ടിത്തൂക്കിയത്. മരണമല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന സാഹചര്യത്തിലേക്ക് സിദ്ധാർത്ഥിനെ SFI ക്രിമിനലുകൾ എത്തിക്കുകയായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ രണ്ടു സംഭവങ്ങളിലും കൊല്ലപ്പെട്ടവരെ വ്യത്യസ്തരായ മറ്റു 2 വ്യക്തികൾ തിരിച്ചു വിളിക്കുകയായിരുന്നു. ഇത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇനി അഭിമന്യു കേസിന്റെ രേഖകൾ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച്. സംസ്ഥാനത്തെ ഏതു സർക്കാർ വകുപ്പുകളിലും എന്ത് തിരിമറികളും കാണിക്കാനുള്ള കെൽപ്പ ഇന്ന് CPM-നുണ്ട്. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന രേഖകൾ തിരുത്തുന്നതും മോഷ്ടിക്കുന്നതുമൊന്നും CPM-ന് വലിയ കാര്യമല്ല. നിലമേലിൽ ഗവർണറെ വഴിതടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ച SFI ക്രിമിനലുകളെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടും 3-ാം ദിവസം അവർ ജയിൽ മോചിതരായത് CPM-ന് ഏതു മേഖലയിലും എന്തും ചെയ്യാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ്. അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട രേഖകൾ മാറ്റണമെങ്കിൽ അത് ആരു മാറ്റിയാലും അത് പ്രതികളെ രക്ഷിക്കാൻ തന്നെയായിരിക്കണം. അക്കാര്യത്തിൽ സംശയമില്ല. നഷ്ടപ്പെട്ട കുറ്റപത്രത്തിൻ്റെയും മറ്റും പകർപ്പ് തങ്ങളുടെ പക്കലും പോസ്റ്റ്മോർട്ടത്തിന്റെ ഒറിജിനൽ ഫോറൻസിക് ലാബിലും ഉണ്ടെന്നും അതുകൊണ്ടുതന്നെ അക്കാര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുമാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അഭിമന്യുവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സമാനമാണ് സിദ്ധാർത്ഥിന്റെ മരണവും. സിദ്ധാർത്ഥിന്റെ മരണത്തിന് മൂലഹേതുവായ പെൺകുട്ടിയുടെ അമ്മയുടെ സ്വാധീനം കൊണ്ടാണ് അവളുടെ വിവരങ്ങൾ പുറത്തു വരാത്തത് എന്നും അവളുടെ പരാതി പ്രകാരമാണ് പ്രശ്ന പരിഹാരത്തിനെന്ന പേരിൽ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ചു വരുത്തിയതെന്നും സിദ്ധാർത്ഥിന്റെ വീട്ടുകാർ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ 2 മരണങ്ങളും, അതായത് അഭിമന്യുവിന്റെ കൊലപാതകവും ആത്മഹത്യ എന്ന് പറയപ്പെടുന്ന സിദ്ധാർത്ഥിന്റെ മരണവും, ഒന്നുകിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ചിലരുടെ തന്ത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖ വ്യക്തിക്കോ സംഘടനയ്ക്കോ വേണ്ടി നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങൾ. പക്ഷേ ഈ 2 സംഭവങ്ങളെയും രാഷ്ട്രീയ വൈരാഗ്യമെന്നും റാഗിംഗ് എന്നും ചിത്രീകരിച്ച് ന്യായീകരിക്കുകയാണ് ചിലർ, അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കുകയാണ്. സത്യത്തെ ഒരുപാട് കാലം മൂടിവെക്കാൻ കഴിയില്ലല്ലോ. അത് ഒരു ദിവസം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും, സംശയമില്ല.